സൗദിയിൽ മോചനം കാത്തു കഴിയുന്ന റഹീമിന്റെ മാതാവും കുടുംബാംഗങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലാണ് നമ്മൾ അവിടെ പോകുന്നതൊക്കെ. ഇപ്പോൾ വന്ന ഒരു അനൗദ്യോഗിക വാർത്ത വരുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും അനുകൂലം ഉണ്ടാവും, പക്ഷേ നീണ്ടു പോകുന്നത് എന്താണെന്നുള്ള ഇപ്പം മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ നമ്മളവിടെ പോയി കമ്മിറ്റിയായിട്ടും എല്ലാ നിയമത്തിനായിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ഇന്ന് ഏകദേശം നല്ലൊരു റിസൾട്ട് ആയിരിക്കും എന്നായിരുന്നു നമുക്ക് കിട്ടിയ വിവരം. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 2 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു എന്നുള്ളതാണ്. അതെ അതെ, എന്താണെന്നൊരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ പോയ സമയത്തൊക്കെ നമ്മളെ നിയമസഭാ സമിതിയും കമ്മിറ്റിയായിട്ടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞതും രണ്ട് ഓപ്ഷനാണ് പറഞ്ഞിരുന്നത്. ഇവനക്കൊരു ഗവൺമെൻറ് പ്രൊസീജിയർ പ്രകാരം ഒരു 5-10 വർഷം അവർക്ക് ശിക്ഷ ഉണ്ടാവും. അപ്പോൾ 18 വർഷം ഓൾറെഡി അനുഭവിച്ചത് കൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റിലീസ് ഓർഡർ ആയിരിക്കും ഉണ്ടാവുക എന്നായിരുന്നു നമ്മോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ്. അവിടുത്തെ നിയമസഭാ സമിതിൻ്റെ വിവരങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. ഇല്ല, കറക്റ്റ് ഇൻഫർമേഷൻ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു മറുപടി മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്ത അല്ല ഞാൻ തരുന്നത്. അതാണ് ഇപ്പോൾ. അതെ, അപ്പോൾ അവനും നമ്മളൊക്കെ ഒരേ മാതിരിയാണല്ലോ. അവനിപ്പോൾ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ ആർക്കും അറിയില്ലല്ലോ. നമ്മൾ അവനായിട്ട് കൂടിയിരുന്ന് നമ്മൾ എന്താ പറയുക സംസാരിച്ച് പിരിഞ്ഞ് പോകുന്നതാണ്. അവൻ നല്ല പ്രതീക്ഷയിലായിരുന്നു. അവൻ ചോദിച്ച ചോദ്യമുണ്ട്, നമ്മൾ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് എന്താ കുടുംബങ്ങൾ ഒന്നായിട്ട് കണ്ടുവരുന്നത്. അപ്പം നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഉമ്മാനെയും കൂട്ടിപ്പോയത്. ഉമ്മാൻ്റെ ഒരു എന്താ പറയുക, എന്നോട് എപ്പോഴും പറയില്ല അമ്മ ഡേറ്റ് പറയും മോനെ, ഡേറ്റ് പറയും. എനിക്ക് ഡേറ്റ് പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇതെന്നെ കണ്ടില്ല, അപ്പോൾ 2 ആഴ്ച നീട്ടി വെച്ചു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഉമ്മാൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ ഉമ്മാനെ ഇവിടുന്ന് കൊണ്ടുപോയത്, കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടായിട്ടില്ല. അതായത് പുറത്തുള്ള പല എന്താ പറയുക അപവാദ പ്രചരണങ്ങളും മറ്റും കമ്മിറ്റിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിന് അങ്ങനെ വിഷയം ഉണ്ടായില്ല. നമ്മളിപ്പോൾ അവർ ഉണ്ടാക്കിയ ഓരോ വലകൾ നമുക്ക് കമ്മിറ്റിക്കും കുടുംബത്തിനും എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇതിൽ ഇങ്ങോട്ട് എന്താ പറയുക ഇതിലേക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. തിരിച്ചു വരാൻ അവന് കൂട്ടി പോകാനെന്ന് വെച്ചിട്ടാണ് പോയത്. അവിടെ അവിടെ അങ്ങനെ കണ്ടമാനം നിൽക്കാൻ പറ്റില്ല. മോന് വരുമ്പോൾ സ്വീകരിക്കാൻ കളത്തിൻ്റെ ആന്ധ്രയിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നിട്ട് പോകുന്നത്. മോനും ഇങ്ങോട്ട് വരും, ഉറപ്പെട്ടത് അവിടെ എത്തും. അതിന് മുന്നിലായിട്ട് ഞാൻ സ്ഥലത്ത് അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയി കണ്ട് കണ്ടമാനം ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമോ? ഓരോ തവണ ഡേറ്റുകൾ മാറ്റുമ്പോഴും അടുത്ത ഡേറ്റ് ആകുമെന്നൊരു മാറ്റി ഇങ്ങോട്ട് വരാനും ഒരുങ്ങുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് അന്നൊന്ന് കൊണ്ടേക്ക് കാട്ടി തരും. അല്ലെങ്കിൽ കണ്ടുപോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. നമുക്ക് അങ്ങനത്തെ എത്തും. എത്രയും പെട്ടെന്ന് കഴിച്ചിലാകാനുള്ള പണികളൊക്കെ ചെയ്ത് കുട്ടിയൊന്നും ഇങ്ങോട്ട് എത്തിച്ചേരും. മക്കളെ കാണാൻ എത്ര കാലമായി ഇങ്ങനെ നീർന്ന് ഞാൻ പറഞ്ഞിട്ട് കണ്ടു പോകാനല്ല.